അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫങ്ഷൻസിൻ്റെ കോംപ്ലക്സ് വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ എന്താണ് സിംഗുലാരിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. W=f(z)ൻ്റെ സിംഗുലാർ പോയിന്റ്സിനെ കുറിച്ച് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയെ കുറിച്ചാണ്. അതിൽ നമ്മൾ റിമൂവബിൾ സിംഗുലാരിറ്റി ആദ്യം പറഞ്ഞു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറം കൊറോളറിയും പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പോളിനെ കുറിച്ച് പറഞ്ഞു, പോളുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസിഷൻ പ്രൂവ് ചെയ്തു. ദെൻ എസെൻഷ്യൽ സിംഗുലാരിറ്റി അല്ലേ. പോൾ എന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ലോറൻസ് സീരീസിനെ കുറിച്ചും നമ്മൾ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു f(z) W=f(z) ഒരു ആനുലാർ റീജിയൻ എന്ന് പറഞ്ഞാൽ കോൺവേയിൽ ആനുലാർ റീജിയനെ ഡിനോട്ട് ചെയ്യുന്നത് ആനുലാർ റീജിയൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആനുലാർ റീജിയനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ആനുലാർ റീജിയൻ സെന്റർ പറയുന്നു. കോൺസെൻട്രിക് സർക്കിൾസ് വേണമല്ലോ. R1 സെമി കോളൻ ആണ് കേട്ടോ. R1 R2 ഇവിടെ R1 എന്ന് പറയുന്നത് 0 ലെസ് ദാൻ R1 ലെസ് ദാൻ R2 കിട്ടിയോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതെന്ന് പറയുന്നത് എന്താ, ഈ ആനുലാർ റീജിയൻ എന്ന് പറയുന്നത് എന്താ, കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് സെന്റർ അറ്റ് A നമ്മൾ ആദ്യം വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ റേഡിയസ് R1, ഈ റേഡിയസ് വലിയ സർക്കിളുടെ ഇത് C1 ആണെന്ന് വിചാരിക്കുക, ഇത് C2. C1ൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സെൻറ്റർ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് C2ന് റേഡിയസ് എന്താ വരുന്നത് R2. അപ്പോൾ ആനുലാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് നിങ്ങളുടെ റീജിയൻ എന്ന് പറയുന്നത്, ഇതാണ് നിങ്ങളുടെ റീജിയൻ അല്ലേ. ആനുലാർ റീജിയനിലെ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് എന്താ വരുന്നത്, R1 ലെസ് ദാൻ മോഡുലസ് ഓഫ് Z-A ലെസ് ദാൻ R2. R1ന് അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Z ആൻഡ് A. എങ്ങനെയുള്ള സെഡുകളാണ് ആനുലാർ റീജിയനകത്ത് വരുന്നത്, സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് R1 ലെസ് ദാൻ മോഡ് Z-A ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Z ആൻഡ് A ഈസ് ദിസ്. എങ്ങനെയുള്ള സെഡുകൾ എടുക്കണം, ഈ എയിൽ നിന്ന് ആ സെഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R1നേക്കാട്ടിലും കൂടുതലാണ് അല്ലേ. R1 ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R1 ആണ്. R1നേക്കാട്ടിലും കൂടുതൽ പറയുമ്പോൾ ഇവിടുത്തെ പോയിന്റ്സ്, അതുപോലെ R2നേക്കാട്ടിലും കുറവുമാവണം കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചേർത്ത് കഴിഞ്ഞാൽ ഈ ബൗണ്ടറിയും കൂടെ വരും, രണ്ട് ബൗണ്ടറിയും കൂടെ ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ഇതാണ് ആനുലാർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ആനുലാർ റീജിയൻ എന്ന് പറയുന്നത് നൊട്ടേഷൻ ഫെമിലിയർ ആവുക കേട്ടോ. A സെമിക്കോളൻ 0 R ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ റീജിയൻ എങ്ങനെയാണ് വരിക, ഈ ആനുലാർ റീജിയൻ്റെ പ്രത്യേകത എന്താ, ഇതെങ്ങനെയുള്ള റീജിയൻ ആയിരിക്കും. A സെന്റർ A തന്നെയാണ്, 0 R. അപ്പം എങ്ങനെയായിരിക്കും അത് വരിക, 0 R എന്ന് പറയുമ്പോൾ R1ന് പകരം ഇവിടെ 0 വന്നു, R2ന് പകരം R വന്നു അല്ലേ. അപ്പം ആക്ച്വലി നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും ഇതെന്തെന്നാ വരണേ, സെന്റർ A 0 ആണ് വരുന്നത് ഇവിടെ അല്ലേ. 0 എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയുള്ളൊരു പ്ലെയിൻ വരും, ഇവിടെ ഒരു ഹോള്, എയുടെ സ്ഥാനത്ത് A ഇൻക്ലൂഡഡ് അല്ല, ബാക്കിയെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ ഒരു ഓട്ട കിട്ടിയോ, ഇതൊരു ഓട്ട. ഇതാണ് നിങ്ങളുടെ എന്താ ഈ ആനുലാർ റീജിയൻ എന്ന് പറയുന്നത്. എയുടെ സ്ഥാനത്ത് പഞ്ചേർഡ് പ്ലെയിൻ എന്ന് പറയും, പഞ്ചർ ഉണ്ട് അവിടെ അല്ലേ, ഒരു പഞ്ചേർഡ് പ്ലെയിൻ കണ്ടോ. ഇവിടെ ഒരു ഓട്ട, ഒരു പഞ്ചർ വന്നു, എയുടെ പൊസിഷൻ A എക്സ്ക്ലൂഡഡ് ആണ് ആ റീജിയനിൽ നിന്ന്. എയുടെ സ്ഥാനത്തൊരു ഹോള് കിട്ടിയോ. ഇവിടെ ഇത്രയും വലിയൊരു ഹോള് വന്നു, ഇവിടെ എയുടെ സ്ഥാനത്ത് മാത്രം ഒരു ഹോള് വന്നു, ചെറിയ ഈ ഹോളിന്റെ വലിപ്പം കുറഞ്ഞു, അതാണ് A0 ആനുലാർ റീജിയൻ A0R.
അപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ലോറൻസ് സീരീസ്, ലോറൻ ഡെവലപ്മെന്റ് എല്ലാം ഇപ്പം നമ്മൾ എഫ് ഓഫ് സെഡ്, നമ്മൾ പല ഫങ്ഷൻസിന്റെ കേസിൽ ലോറൻസ് സീരീസ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത് ഇ റേസ് ടു സെഡിന്റെ ലോറൻസ് സീരീസ്, ലോറന്റ് എക്സ്പാൻഷൻ പറഞ്ഞു. അതുപോലെ സൈൻ സെഡ് അല്ലേ, സൈൻ സെഡ് ബൈ സെഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ലോറൻസ് സീരീസ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് അനലാർ റീജിയനിൽ അനലിറ്റിക്ക എന്ന് വിചാരിക്കുന്നു. അതിന്റെ ലോറൻ ഡെവലപ്മെന്റ് നമ്മൾക്ക് എഴുതാൻ പറ്റും. ആ ലോറൻസ് സീരീസിന് 2 പാർട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ലോറൻസ് സീരീസിന്റെ 2 പാർട്ടുകൾ ആയിരിക്കുക, പ്രിൻസിപ്പൽ പാർട്ടും അനലിറ്റിക് പാർട്ടും അല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പ്രിൻസിപ്പൽ പാർട്ടും അനലിറ്റിക് പാർട്ടും 2 പാർട്ടുകൾ ലോറൻസ് സീരീസിന് വരുന്നുണ്ട്. ഇതാ എഫ് ഓ സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓ സെഡിനെ സം എഫ് വൺ ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് അല്ലെങ്കിൽ ജി വൺ ഓഫ് സെഡ് എന്ന് എഴുതാം. കിട്ടിയോ? ഈ ജി വൺ ഓഫ് സെഡ് എന്ന് പറയുന്നത് നമ്മൾ അനലിറ്റിക് പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അനലിറ്റിക് പാർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള പാർട്ടാണ് അതാ, അതായത് നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് വരില്ല, നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് വരില്ല. കിട്ടിയോ? നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് വരില്ല. അതായത് ഇങ്ങനെയായിരിക്കും ഈ സീരീസ് വരിക, ജിയോസ് ഈ പാർട്ട് വരിക, അനലിറ്റിക് പാർട്ടിനകത്ത് ടേംസ് വരിക. സിംഗുലാർ പാർട്ടിനകത്ത് എങ്ങനെ വരിക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് എങ്ങനെ വരിക? ഡിനോമിനേറ്ററിലായിരിക്കും സെഡിന്റെ പവേഴ്സ് വരിക കേട്ടോ, സിംഗുലാർ പാർട്ട്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതവിടെ എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത്. എഫ് ഓഫ് സെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? സിംഗുലാർ പാർട്ട് പ്ലസ് അനലിറ്റിക് പാർട്ട്. ഇവിടെ ജി ഓഫ് സെഡിന്റെ പ്രത്യേകത എന്താ? ജി വൺ ഓഫ് സെഡിന്റെ പ്രത്യേകത എന്താ? ജി വൺ ഓഫ് സെഡിലെ ടേംസുകൾ ഇങ്ങനെയായിരിക്കും, നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് വരില്ല. കിട്ടിയോ? അപ്പം ഇതാണ് പ്രിൻസിപ്പൽ പാർട്ടിനകത്താണ് നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് എല്ലാം വരുന്നത്. കിട്ടിയല്ലോ? അപ്പം നമ്മൾ ലോറൻ ഡെവലപ്മെന്റ്, ലോറൻ സീരീസ് ഫംഗ്ഷൻ ഇ റേസ് ടു സെഡ്, ഇ റേസ് ടു 1 ബൈ സെഡ്, സൈൻ സെഡ്, സൈൻ സെഡ് ബൈ സെഡ് എല്ലാം നോക്കിയിട്ടുള്ള സമയത്തിൽ നമുക്ക് സിംഗുലാരിറ്റി അല്ലെങ്കിൽ സിംഗുലാർ പോയിന്റ്സിനെ എങ്ങനെ ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ബൈ ഒബ്സർവിങ് ദി സിംഗുലാർ ഓർ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് ദി ലോറൻ ഡെവലപ്മെന്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡിന്റെ സിംഗുലാർ പോയിന്റ്സിനെ എന്ത് വേണമെന്ന് മാത്രമേ ഉള്ളൂ? എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആയിരിക്കണം ഇൻ ദി അനലാർ റീജിയൻ. കിട്ടിയോ? അപ്പോൾ എഫ് ഓഫ് സെഡിന്റെ സിംഗുലാരിറ്റി, അതിന്റെ സിംഗുലാർ പോയിന്റ്സ് വരികയാണെങ്കിൽ വി ക്യാൻ ക്ലാസിഫൈ ദി സിംഗുലാർ പോയിന്റ്സ് ബൈ ഒബ്സർവിങ് ദി പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് ദി ലോറൻ ഡെവലപ്മെന്റ് ഓഫ് എഫ് ഓഫ് സെഡ്. കിട്ടിയോ? ലോറൻ ഡെവലപ്മെന്റ് പ്രിൻസിപ്പൽ ലോറൻ സീരീസിന്റെ എഫ് ഓഫ് സെഡിന്റെ ലോറൻ സീരീസ് എക്സ്പ്രഷനിൽ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ടേംസ് ഒന്നും വരുന്നില്ലെങ്കിൽ, എഫ് ഓഫ് സെഡിന്റെ സിംഗുലാർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് സിംഗുലാർ പോയിന്റ്സ് മസ്റ്റ് ബി റിമൂവബിൾ. And if the principal part contains only finite number of terms, then f of z has a pole. And if the principal part of f of z contains infinitely many terms, then it has essential singularity. ഓക്കെ, അപ്പോൾ അത് നമ്മളൊരു തിയറമായിട്ട്, അപ്പോൾ ലോറൻസ് സീരീസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ക്ലാസിഫൈ ദി സിംഗുലാരിറ്റീസ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അപ്പോൾ അത് നമ്മളൊരു കൊറോളറി ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോള് അല്ലേ, പോളുടെ ഒരു പോളുടെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഒരു പ്രൊപ്പോസിഷനായിട്ട് പ്രൂവ് ചെയ്തത്. കിട്ടിയോ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലോറൻ ഡെവലപ്മെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെ സിംഗുലാരിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യാം, ലോറൻ സീരീസ്, ഒരു ഫംഗ്ഷന്റെ ലോറൻ സീരീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു പ്രൂഫോട് കൂടി പറയുന്നു എന്ന് മാത്രം. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എഫിന്റെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലോറന്റ് എക്സ്പാൻഷൻ പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് സെഡിന്റെ ലോറന്റ് എക്സ്പാൻഷൻ പറഞ്ഞിട്ടുണ്ട്, -∞ to ∞. ഏതാ ആൻലാർ റീജിയൻ? ഞാൻ പഞ്ചേർഡ് പ്ലെയിൻ വന്നിട്ടുണ്ട് ഇവിടെ. ആൻലാർ റീജിയൻ ഇവിടെ പഞ്ചേർഡ് പ്ലെയിൻ ആണ്. ദെൻ സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും. ഇപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് n is equal to 0 for n less than or equal to -1. n less than or equal to -1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ടേംസ് ഉണ്ടാവില്ല. n less than or equal to -1 കോഎഫിഷ്യന്റ് an 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല.
അനലിറ്റിക് പാർട്ട് മാത്രമേ ഉള്ളൂ. ആ സമയത്തിൽ അതിന് റിമൂവബിൾ സിംഗുലാരിറ്റി. അതുപോലെ പോള് ഓഫ് ഓർഡർ എം ഇഫ് a minus m is equal minus m not equal to 0 and an is equal to 0 for n less than or equal to minus m plus 1. കിട്ടിയോ? an equal to 0 for ഇതിന് താഴെ വരുന്ന എന്നിന് മാത്രമേ ഈക്വൽ ടു 0 ആവുള്ളൂ. കിട്ടിയോ? a minus m not equal to 0 and an equal to 0 for n less than or equal to മൈനസ് എം പ്ലസ് 1. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് സിംഗുലാർ പാർട്ടിനകത്ത് വരിക പോളാണെന്ന് പറഞ്ഞു. എം ടേംസ് ആണ് വരണമെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത്, അല്ലെങ്കിൽ സിംഗുലാർ പാർട്ടിനകത്ത് എം ടേംസ് ആണ് വരുന്നതെങ്കിൽ പോൾ ഓഫ് ഓർഡർ എം. ഇനി അടുത്ത് വരുന്ന എന്താ? എ നോട്ട് ഈക്വൽ ടു 0 ഫോർ ഇൻഫിനിറ്റ്ലി മെനി നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എൻ. ഇൻഫിനിറ്റ്ലി മെനി നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നിനെ എൻ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് infinite number of terms വരിക. So the singularity is essential singularity. Okay, so we have to prove these three statements. Okay, note that these are all if and only if statements. Okay, so first you begin with A. എയിൽ എന്താ പറയുന്നത്? എ പാർട്ടിൽ എന്താ പറയുന്നത്? an equal to 0 for n less than or equal to minus 1. നെഗറ്റീവ് പവേഴ്സ്, അതായത് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? പ്രിൻസിപ്പൽ പാർട്ടിന്റെ ഇതാണ് വരുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ പാർട്ടില് ടേംസ് ഇല്ല. അതാണ് ഇഫ് എൻ ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1. കിട്ടിയല്ലോ? പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ടേംസ് ഇല്ല എന്ന് പറയുമ്പോൾ നോക്കൂ, ഇതല്ലേ നിങ്ങളുടെ എക്സ്പാൻഷൻ വന്നിട്ടുള്ളത്. ഇവിടെ G1 ഓഫ് സെഡിന് പകരം G ഓഫ് സെഡ് ആണ് അവർ പറയണമെന്ന് മാത്രം. അപ്പൊ G ഓഫ് സെഡ് അനലിറ്റിക് പാർട്ട്, അതായത് ഡിനോമിനേറ്ററിൽ സെഡ് വരാത്ത പാർട്ടുകൾ. ഇത് പ്രിൻസിപ്പൽ പാർട്ട് അല്ലെങ്കിൽ സിംഗുലാർ പാർട്ട്. അപ്പോൾ ഇവിടെ എൻ ഈക്വൽ ടു 0, ഈ പാർട്ടിൽ ഈ കോഎഫിഷ്യൻസ് ഇവിടെ A1 എന്നൊക്കെ എടുത്തോ, A1 എക്സെട്ര AN AM ആണ്, AM എങ്കിൽ AM കേട്ടോ. അപ്പോൾ ഈ പാർട്ടിനകത്ത് ഇതെല്ലാം 0 ആണെന്ന് വിചാരിക്കുക. AN 0, അതായത് ഈ പാർട്ട് ഇല്ല. ബാക്കി എന്താ ഉള്ളത്? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു G ഓഫ് സെഡ്. നിങ്ങൾക്കറിയാം ഈ G ഓഫ് സെഡിന്റെ പ്രത്യേകത എന്താ? G ഓഫ് സെഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? G ഓഫ് സെഡ് ഇസ് അനലിറ്റിക് ഇൻ എ ഡിസ്ക് BAR. കിട്ടിയോ? G ഓഫ് സെഡ് അനലിറ്റിക് ആണ് അല്ലേ? അതിന് അനലിറ്റിക് പാർട്ട് എന്നല്ലേ പറയുന്നത്. G ഓഫ് സെഡ് അനലിറ്റിക് ഓൺ BAR ആണ്. അപ്പൊ നമ്മൾക്ക് എന്താ കിട്ടിയത്? പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് വന്നു? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ n is equal to 0 to infinity an z minus a whole raised to n ആണ്. കണ്ടില്ലേ? G1 ഓഫ് z കണ്ടോ? അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് ഇല്ലാത്തത് കൊണ്ട് അനലിറ്റിക് പാർട്ട് മാത്രമേ ഉള്ളൂ അതിനകത്ത്. സോ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് സംതിങ് G ഓഫ് സെഡ് വന്നു. G ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ദിസ് ആണ്. കിട്ടിയോ? G of z is equal to this. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് G ഓഫ് സെഡ്. അപ്പൊ അനലിറ്റിക് പാർട്ട് മാത്രമേ ഉള്ളൂ. എന്തെന്ന് വന്നു? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സിഗ്മ n is equal to 0 to n അനലിറ്റിക് ഓൺ A0 sorry G of z is this is analytic on BAR and F equal to this 0 plus this on A0R. കിട്ടിയോ? അപ്പൊ പ്രൂവ് ചെയ്യാനുള്ളത് റിമൂവബിൾ സിംഗുലാരിറ്റി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. കിട്ടിയല്ലോ? റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളൊരു നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ പറഞ്ഞിരുന്നു. എ എന്ന് പറയുന്ന ഒരു റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ തൊട്ട് മുൻപ് നമ്മളൊരു തിയറം പറഞ്ഞിരുന്നു. F has an isolated singularity at A, then Z is equal to A is a removable singularity if and only if limit Z tends to A, Z minus A into F of Z is equal to 0. So you just check the limit. Limit Z tends to A, Z minus A into F of Z is what? What is the limit here? Limit Z tends to A, you just substitute in the place of F of Z as, here we got that F of Z is equal to sigma n is equal to 0 to infinity A. You just substitute this term here. So what will we get? Limit Z tends to A, sigma n is equal to 0 to infinity an. Here there is one Z minus A. You just multiply Z minus A with the F of Z. So what will happen?
an z minus a whole raised to n plus 1. Okay. So what you just expand this sum. What is the sum here? a1 z minus a0 z minus a1 z minus a the whole square plus a2 z minus a the whole cube. So n 0 കൊടുക്കുമ്പോൾ a0 z minus a1 z minus a the whole square plus etc. So limit z tends to a എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? എല്ലാ ടേമിലും z minus a എന്നുള്ള, അപ്പോൾ എന്താ വരുന്നത്? ലിമിറ്റ് 0 വരുന്നു. അപ്പോൾ ലിമിറ്റ് 0 കിട്ടിക്കഴിഞ്ഞാൽ ഈ തീറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? z is equal to a എന്ന് പറയുന്ന റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണ്. അപ്പോൾ an ഈക്വൽ ടു 0 ഫോർ n ലെസ് ദൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന സമയത്തിൽ z is equal to a എന്ന് പറയുന്നത് ഇസ് എ റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ഓഫ് ദിസ് f of z. എന്തുകൊണ്ടാണെന്ന് അറിയാം നമുക്ക്. അതിന്റെ ലോറന്റ് എക്സ്പാൻഷൻ എഴുതുന്നു. an ഈക്വൽ ടു 0 ഫോർ n ലെസ് ദൻ ഓർ ഈക്വൽ ടു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറന്റ് എക്സ്പാൻഷനിൽ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ടേംസ് ഒന്നും ഇല്ല. അപ്പോൾ അത് ആരോട് ഈക്വൽ ആയിരിക്കും? പ്രിൻസിപ്പൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന സം f1 ഓഫ് സെഡ് പ്ലസ് g ഓഫ് സെഡ് ആണ്. f1 ഓഫ് സെഡ് പ്രിൻസിപ്പൽ പാർട്ട്, g ഓഫ് സെഡ് അനലിറ്റിക് പാർട്ടും ആണ്. അപ്പോൾ f ഓഫ് സെഡിനകത്ത് ടേംസ് ഇല്ല എന്ന്, f1 ഓഫ് സെഡിനകത്ത് ടേംസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 പ്ലസ് g ഓഫ് സെഡ് വരും. g ഓഫ് സെഡ് എങ്ങനെയാ? നമുക്ക് അനലിറ്റിക് പാർട്ടാണ്, നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയാം. കിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വരികയാണെങ്കിൽ, അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സപ്പോസ് an is equal to 0 ഫോർ n ലെസ് ദൻ ഓർ ഈക്വൽ ടു -m+1. കിട്ടിയോ? അപ്പം എന്ത് ചെയ്യുന്നു? ഇവിടെ എന്താ പറയുന്നത്? a is equal to z is a pole of order m if and only if a minus m is not equal to 0 and an is equal to 0 for n less than or equal to -m+1. അപ്പോൾ ഇവിടെ നമ്മൾ അത് എടുത്തു. ഇനി ഇതിന്റെ ലോറന്റ് എക്സ്പാൻഷൻ നോക്കി. z minus a whole raised to m f of z. കിട്ടിയോ? ഇവിടെ നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് വരിക. an is equal to 0 for n less than or equal to -m+1 but a not equal to 0, a minus m not equal to 0. a minus m not equal to 0. അതായത് പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് വരാൻ പോകുന്നത്. അപ്പം നമ്മൾ ലോറന്റ് എക്സ്പാൻഷൻ എങ്ങനെയാണ് വരുന്നത്? f of z is equal to some f1 of z plus g of z ആണ്. ഇതാണല്ലോ പ്രിൻസിപ്പൽ പാർട്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് ഈ കേസിനകത്ത് വരുന്നത്. ഇപ്പം ഇതിനകത്ത് m ടേംസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് m ടേംസ് പറയുമ്പോൾ m പവേഴ്സ് വരെ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെ m പവേഴ്സ് എന്ന് പറഞ്ഞാൽ a മൈനസ് എം z മൈനസ് എ ഹോൾ റേസ് ടു m വരെ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. കിട്ടിയോ? a -1 z മൈനസ് എ പ്ലസ് a -2 z minus a the whole square, അങ്ങനെ പോയി m വരെ വരണ്ടെന്ന് വിചാരിക്കുക ഈ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത്. അപ്പൊ നോക്കൂ, നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ? z minus a ഹോൾ, ഇതിനെ എന്ത് ചെയ്യുന്നു? z minus a ഹോൾ റേസ് ടു m into f of z വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ ആളുകൾ ഇവിടുത്തെ മാക്സിമം പവർ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് വരുന്ന ആളുകളുടെ മാക്സിമം പവർ വരുന്നത് ഏതാണ്? z minus a ഹോൾ റേസ് ടു m ആണ്. കിട്ടിയോ? a minus m നോട്ട് ഈക്വൽ ടു 0 എന്നല്ലേ പറയുന്നത്, അല്ലേ? അപ്പൊ z minus a ഹോൾ റേസ് ടു m ഡിനോമിനേറ്ററിൽ ഗ്രേറ്റസ്റ്റ് ഏത് വരെ പോകും? z minus a ഹോൾ റേസ് ടു m വരെ പോകും. അപ്പൊ ഈ f of z-നെ നമ്മൾ z minus a ഹോൾ റേസ് ടു m വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോറന്റ് എക്സ്പാൻഷൻ എന്താ സംഭവിക്കുക? ഇതെല്ലാം കട്ടായി പോവില്ലേ? ഇതെല്ലാം കട്ടായി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ z മൈനസ് ഡിനോമിനേറ്ററിൽ z മൈനസ് എ, അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് z മൈനസ് എ ഹോൾ റേസ് ടു m ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ന്യൂമറേറ്ററിൽ z മൈനസ് എ ഹോൾ റേസ് ടു m മൈനസ് 1 വരും. കട്ട് ചെയ്ത് പോയി. അടുത്ത ന്യൂമറേറ്ററിൽ z മൈനസ് എ ഹോൾ റേസ് ടു എന്താ വരിക? m മൈനസ് 2. ലാസ്റ്റ് എന്താ വരിക? ഇതും കട്ടായി. അപ്പൊ ഡിനോമിനേറ്ററിൽ ടേംസേ ഉണ്ടാവില്ല. അതാണ് പറയുന്നത് z മൈനസ് എ ഹോൾ റേസ് ടു m f of z ഹാസ് എ ലോറന്റ് എക്സ്പാൻഷൻ വിച്ച് ഹാസ് നോ നെഗറ്റീവ് പവേഴ്സ് ഓഫ് z മൈനസ് എ. അതായത് ഡിനോമിനേറ്ററിൽ z മൈനസ് എയുടെ പവേഴ്സ് ഉണ്ടാവില്ല. എല്ലാം കട്ട് ചെയ്ത് പോയില്ലേ ഇവിടെ? കിട്ടിയില്ലേ? അപ്പം പാർട്ട് എ പ്രകാരം നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് പവേഴ്സ് ഓഫ് z മൈനസ് എ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉള്ളത്? സിംഗുലാർ പാർട്ടിനകത്ത് ടേംസ് വരുന്നില്ല, പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ടേംസ് വരുന്നില്ല. അപ്പൊ അനലിറ്റിക് പാർട്ട് മാത്രമേ ഉള്ളൂ, g ഓഫ് z മാത്രമേ ഉള്ളൂ അതിന്. ആർക്ക്?
സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡിന്. ഈ കേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നത്? എഫ് ഓഫ് സെഡിന്റെ ലോറന്റ് എക്സ്പാൻഷനിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് സിംഗുലാർ പാർട്ടിനകത്ത് വരുന്ന സമയത്തിൽ അതിൽ എം ടേംസ് എം ആണ് ഗ്രേറ്റസ്റ്റ് പവർ വരണമെന്ന് വിചാരിക്കുക. ഡിനോമിനേറ്ററിൽ സെഡിന്റെ പവറിൽ എം ആണ് ഗ്രേറ്റസ്റ്റ് പവർ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എഫ് ഓഫ് സെഡിന്റെ ലോറന്റ് എക്സ്പാൻഷൻ സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ സെഡിന്റെ ടേംസ് എല്ലാം പവേഴ്സ് എല്ലാം കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇതിന് ഡിനോമിനേറ്ററിൽ സെഡിന്റെ പവേഴ്സ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇറ്റ് ഹാസ് നോ സിംഗുലാർ പാർട്ട്. സോ ഇറ്റ് ഹാസ് ഓൺലി ദി അനലിറ്റിക് പാർട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് ഫസ്റ്റ് പാർട്ടിൽ എന്താ പറയുക? എഫ് ഓ സെഡിന്റെ ലോറന്റ് എക്സ്പാൻഷനിൽ സിംഗുലാർ പാർട്ട് ഇല്ലെങ്കിൽ എഫ് ഓഫ് സെഡിന് റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു. ഇവിടെ സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡിന്റെ ലോറന്റ് എക്സ്പാൻഷനിൽ സിംഗുലാർ പാർട്ട് ഇല്ല മീൻസ് ഈ ഫംഗ്ഷന് സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡിന് എന്താണുള്ളത്? റിമൂവബിൾ സിംഗുലാരിറ്റിയാണ് ആയിട്ട് സെഡ് ഇസ് ഈക്വൽ ടു എയിലുള്ളത്. കിട്ടിയോ? അപ്പൊ ഇതിന് റിമൂവബിൾ സിംഗുലാരിറ്റി ആണുള്ളതെങ്കിൽ സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡിന് റിമൂവബിൾ സിംഗുലാരിറ്റി ആണുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പോളുടെ ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. സെഡ് മൈനസ് എ ഹോൾ റേസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡിന് റിമൂവബിൾ സിംഗുലാരിറ്റി ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് സെഡ് ഹാസ് എ പോൾ ഓഫ് ഓർഡർ എം അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എം. അത് പോളുടെ ഡെഫിനിഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കേട്ടല്ലോ? അപ്പൊ എന്ത് കിട്ടി ഇവിടെ? എഫ് ഓഫ് സെഡ് ഹാസ് എ പോൾ ഓഫ് ഓർഡർ എം അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് സെഡ് ഇസ് ഈക്വൽ ടു എ ഇസ് ആൻ എസെൻഷ്യൽ സിംഗുലാരിറ്റി ഇഫ് ഇൻഫിനിറ്റ്ലി മെനി നെഗറ്റീവ് പവേഴ്സ് ഓഫ് സെഡ് ഒക്കേഴ്സ് ഇൻ ദി for infinitely many negative integers n. Infinitely n not equal to 0 for infinitely many negative integers n means the principal part of the Laurent development of f of z contains infinitely many terms. Okay, അപ്പോൾ ഈ കേസിൽ സിംഗുലാരിറ്റി എന്താ? എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ടേംസ് ഒന്നും ഇല്ലെങ്കിൽ റിമൂവബിൾ സിംഗുലാരിറ്റി ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അതുപോലെ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് എഫ് ഓഫ് സെഡിന്റെ ലോറന്റ് എക്സ്പാൻഷനിൽ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് വരുന്നതെങ്കിൽ പോളുമായി. ഇനി എഫ് ഓഫ് സെഡിന്റെ ലോറന്റ് എക്സ്പാൻഷനിൽ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എന്ത് പറയാം? ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ പോള് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. കിട്ടിയോ? അപ്പൊ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് മെനി ടേംസ് വരികയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? പോൾ എന്ന് പറയുമ്പോൾ ഫൈനൈറ്റ് വരുന്ന സമയത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് വരുന്ന സമയത്ത് നോൺ എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് വരികയാണെങ്കിൽ എന്താ പറയാം? എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അതും കൂടെ ഒന്ന് ആലോചിക്കുക കേട്ടോ.